പ്ലീസ് ഈ ചാനൽ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുമോ? ജിൻ്റെ മുടിയനോടും അൻസിബയോടും പറയുകയാണ്, സിജോയെ കണ്ടപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സങ്കടം വന്നല്ലേ, പക്ഷേ എനിക്ക് വന്നില്ല. ഞാനത് എല്ലാവരോടും പറയുകയും ചെയ്തു. അൻസിബയും പറഞ്ഞു, എനിക്കും അത്ര സങ്കടമൊന്നും വന്നില്ല. ജിൻഡോ പറഞ്ഞു, സിജോയോടെ വന്നാലും ഞാൻ പറയും, നിനക്കിത് പറ്റിയതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല. മുടിയൻ ചോദിച്ചു, അപ്പോൾ ഒരു കൺസിഡറേഷൻ കൊടുക്കുമല്ലേ? അപ്പോൾ ജിൻഡോ പറഞ്ഞു, ഇല്ല. അപ്പോൾ മുടിയൻ ജിൻഡോയോട് ചോദിച്ചു, അതെന്താ, നിങ്ങൾക്ക് അത്രയ്ക്ക് ദേഷ്യമാണോ അവനോട്? അപ്പോൾ ജിൻഡോ പറഞ്ഞു, അതെ, റോക്കി പോകാൻ കാരണം അവനാണ്. സിജോ റോക്കിയുടെ താടിയിൽ തൊടുന്നത് കണ്ടതല്ലേ, ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും അവൻ അങ്ങനെ ചെയ്തു. അപ്പോൾ മുടിയൻ പറഞ്ഞു, സിജോ പതുക്കെ താടിയിൽ തൊട്ടതാ, പക്ഷേ റോക്കി തിരിച്ച് ശക്തിയായാണ് താടിയിൽ പിടിച്ച് കുലുക്കിയത്. അപ്പോഴെങ്കിലും അവന് മനസ്സിലാക്കണമായിരുന്നു അടുത്തത് അടിയായിരിക്കുമെന്ന്. അപ്പോൾ അൻസിബ പറഞ്ഞു, എനിക്ക് റോക്കിയെ കണ്ടിട്ട് സങ്കടം വന്നു. മുടിയൻ പറഞ്ഞു, അവർ ഒരു ടൈമിൽ ഫ്രണ്ട്സ് ആയിരുന്നു, ബട്ട് റോക്കിക്ക് ഇഷ്ടമല്ല അവൻ്റെ ഈ പോയിന്റ് വെച്ചിട്ടുള്ള സംസാരം. ഞാൻ പറഞ്ഞതാണ്, അവൻ ഡിപ്ലോമാറ്റിക് ആണ്. ഞാൻ പറഞ്ഞു, ഇവിടെ ആരും കയ്യാങ്കളിക്കൊന്നും നിൽക്കില്ല. ജിൻഡോ പറഞ്ഞു, ഞാനും ആരെയും തല്ലുകയില്ല. ജിൻഡോ പറഞ്ഞു, തല്ലാൻ വന്നതാണെങ്കിൽ പുറത്തുപോയി തല്ലിക്കോ. അപ്പോൾ മുടിയൻ പറയുകയാണ്, അത് റോക്കി ബായുടെ അഭിമാന പ്രശ്നമാണ്, അതുകൊണ്ടാണ് തല്ലിയതെന്ന്. ജിൻഡോ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് അകത്തു പോയിരുന്ന് റോക്കി ബായ് കരഞ്ഞത്? അപ്പോൾ മുടിയൻ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് സിജോനെ ചേട്ടന് ഇഷ്ടമല്ലല്ലേ? അപ്പോൾ ജിൻഡോ പറഞ്ഞു, അതെ, എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ലാലേട്ടനോട് അപ്പം തന്നെ പറഞ്ഞേനെ, പക്ഷേ എനിക്കൊരു ചാൻസ് കിട്ടിയില്ല.